ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കേക്കിൻ്റെ വീഡിയോ ഉണ്ടായല്ലോ. കേക്കിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ കേക്ക് പുറത്തോട്ടല്ല, നമ്മുടെ വീട്ടിലോട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും ബർത്ത്ഡേയുടെ കേക്കിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമായിരുന്നു. കാരണം വീഡിയോ ഇടാനായിട്ട് ലേറ്റായി. കാരണം ഹോസ്പിറ്റലിൽ ഇഷ്യൂ ആയിട്ട് നിന്നതാണ്. നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞ ശേഷം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളായിട്ട് ഇരുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ 4 എഗ്ഗും വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്യുക. നമ്മൾ സാധാ ഒരു സ്പോഞ്ച് ചെയ്യുക. 2 ടയറാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട അതിൻ്റെ അകത്തോട്ട് പഞ്ചസാര 1 കപ്പ് പഞ്ചസാര ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കുറേശ്ശായിട്ട് ഇട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കുറേശ്ശായിട്ട് 3 പ്രാവശ്യമായിട്ട് 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്താൽ ഞാൻ കുറേശ്ശായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ താഴെയും വെച്ചിട്ടോ, എന്നിട്ട് സൈഡിലും വെച്ച് കൊടുത്തു. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു കേക്കാണ്. അതുകൊണ്ട് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടി ബട്ടർ പേപ്പർ നല്ല ഹൈറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബാറ്റർ നമ്മൾ 6 ഇഞ്ച് ട്രേയിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. എന്താ ഇങ്ങനത്തെ ചെമ്പിലാട്ടോ വെക്കുന്ന ബിരിയാണിയൊക്കെ വെക്കുന്നത്. അതിന് പറ്റിയൊരു അടപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് അതിൽ വെച്ചിരുന്നു. പിന്നെ ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അത് 2 കപ്പ് എടുത്ത് ബീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റായി വന്ന ശേഷത്തേക്ക് നമുക്ക് കേക്ക് ബേക്കായി വന്നിരുന്നു. പിന്നെ നമുക്ക് ഇത് 2 ടയർ ആയതുകൊണ്ട് ഒരു കേക്കും കൂടി വേണ്ടായിരുന്നു. ഞാൻ 2ആയിട്ടാണ് ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കിയത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ലായിരുന്നു, അത് തീർന്നു. മറ്റേതിനടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തില്ലായിരുന്നു. മറ്റേ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്കതിന് പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ മുട്ടയും പഞ്ചസാരയും കൂടി ആദ്യം നല്ലപോലെ ഇട്ട് ബീറ്റ് ചെയ്ത ശേഷം വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കുറേശ്ശായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചു. നമുക്ക് കപ്പ് കേക്ക് കുറച്ചുണ്ടായിരുന്നു, അതും വീട്ടിലോട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബാറ്റർ എല്ലാം കൂടി മോൾഡിലോട്ട് ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ആ വലിയ കേക്ക് 6 ലെയറായിട്ട് കട്ട് ചെയ്ത് ചൂടാറാക്കി വെക്കണമല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചു. പിന്നെ നമുക്കൊരു കപ്പ് കേക്കിൻ്റെ ഉണ്ടായിരുന്നു, അതെല്ലാം സെറ്റ് ചെയ്തു. അപ്പം അതിനുശേഷം നമുക്ക് കൊച്ചൊരു കേക്ക് ബേക്കായി വന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയ ശേഷമാണ് ഞാൻ ഫോണ്ടൻ്റ് വർക്കിലോട്ട് കയറിയത്. അപ്പോൾ ഫോണ്ടൻ്റ് വർക്ക് നമുക്ക് യൂണിക്കോം ടീമായിരുന്നു. അപ്പം മോൾക്ക് യൂണിക്കോം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് യൂണിക്കോമിൻ്റെ ഇതിൽ റെഡിയാക്കി. അപ്പം എനിക്ക് യൂണിക്കോണിൻ്റെ അതൊന്നും വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഫോണ്ടൻ്റിൽ വെച്ച് റെഡിയാക്കി. അതിനുശേഷം നമുക്ക് നമ്മുടെ കപ്പ് കേക്ക് ബേക്കായി വന്നു. പക്ഷേ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അത് പൊങ്ങി പുറത്തെല്ലാം പോയി വന്നു. പിന്നെ ഓരോ കട്ട് ചെയ്ത ഫോണ്ടൻ്റിലും കുറേശ്ശെ കളർ കയറ്റി റെയിൻബോ റെഡിയാക്കാനായിട്ടുള്ള പ്ലാനില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അത് ബാറ്റർ ഒഴിച്ച് കപ്പ് കേക്കിൻ്റെ അത് വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റായി വന്നു. പിന്നെ ഓരോ റെയിൻബോയും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ ആ വലിയ കേക്കിൻ്റെത് 4 ലെയറായിട്ട് 6 ലെയറായിട്ട് കട്ട് ചെയ്യാനായിട്ട് അതും സെറ്റ് ചെയ്ത് നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിരുന്നു. വലിയ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ വെച്ചു. വിപ്പിംഗ് ക്രീം വെച്ചാക്കിയ ശേഷം ചോക്ലേറ്റ് ചിപ്സും ഇട്ട് അതിനുശേഷം നമ്മൾ ഇച്ചിരി ഹൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ലെവൽ ചെയ്ത ശേഷം സെക്കൻഡ് ലെയർ, അങ്ങനെ ഓരോന്നും. ഞാൻ പിന്നെ ഷുഗർ സിറപ്പിനായിട്ട് ഞാൻ പാലാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഓരോരോ ലെയറിൽ ചോക്കോ ചിപ്സും എല്ലാം കൂടി വെച്ചു. അങ്ങനെ അത് സെറ്റ് ചെയ്ത് നമ്മൾ കംകൗട്ട് ചെയ്ത് നേരെ ഫ്രിഡ്ജിലോട്ടാണ് വെച്ചത്.
അങ്ങനെ നമ്മൾ ചെറിയ കേക്ക് സെറ്റ് ചെയ്തു കേട്ടോ. ചെറിയ കേക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്കും നടുക്കൊന്ന് കുഞ്ഞ്, എന്നാലും പോട്ട് സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ, വീട്ടിലോട്ടായതുകൊണ്ട്. ഈ സെക്കൻഡ് കേക്ക്, കുഞ്ഞ് കേക്കും ചെയ്ത് വെച്ചത്. പിന്നെ വലിയ കേക്ക് നേരെ വെച്ച് ഫ്രിഡ്ജിലോട്ട് ഇരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ ഈ കുഞ്ഞ് കേക്കിൽ റോയൽ ബ്ലൂ 2-3 തുള്ളി ആ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അതിൻ്റെ അത് ഷേപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരുന്ന ശേഷമാണ് കേട്ടോ പുറത്തെടുത്തത്. അപ്പം വലിയ കേക്ക് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് കുഞ്ഞു കുക്ക് മേളിൽ വെക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അത് ചരിഞ്ഞു പോയി. അപ്പോൾ പിന്നെ എന്തുവാ അവസ്ഥ, കേക്ക് മുറിക്കാനുള്ള സമയമായി. എന്നാലും പോയിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു, റെഡിയാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മഴവിലുണ്ടല്ലോ ആ സംഭവമൊക്കെ വെച്ചു, ആ യൂണിക്കോണിൻ്റെ ആ ഒരു ആകൃതിയിൽ റെഡിയാക്കി. പിന്നെ അതിൻ്റെ കൊമ്പ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളങ്ങ് സെറ്റ് ചെയ്തു. സമയമില്ല സമയത്ത് ഇതാണ് കേട്ടോ കേക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിനുശേഷം നമ്മുടെ കൊല്ലത്ത് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, എക്സിബിഷൻ കണക്ക്. അങ്ങനെ അത് കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി. എല്ലാവരും എന്ന് വെച്ചാൽ ഞങ്ങൾ ചേട്ടനും കുഞ്ഞുങ്ങളും ഞാനുമായിട്ടാണ് പോയത്. അമ്മയൊന്നും വന്നില്ല. അപ്പോൾ അത് കാണാനുള്ളൊരു, അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മളെല്ലാവരും കൂടി പോയി. അതിന് ശേഷം 3Dയുടെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് അങ്ങ് വിട്ടു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.